ജഫോടെക്കിന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്നുള്ളത് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ എല്ലാ യൂട്യൂബേഴ്സും ശ്രദ്ധിച്ചിരിക്കേണ്ട, ഇനി അങ്ങോട്ട് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയുന്നത്. ഒരുപാട് പേരുടെ ചാനലിന്റെ മോണിറ്റൈസേഷൻ കട്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. മോണിറ്റൈസേഷൻ ആകാൻ താല്പര്യപ്പെടുന്ന, അതിനുവേണ്ടി പ്രയത്നിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു സംഭവം കാണിച്ചിട്ട് മോണിറ്റൈസേഷൻ ആകാതിരിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് നമ്മൾ ചാനൽ മോണിറ്റൈസേഷൻ ആകുന്നത്, അല്ലേ, ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അത് ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാണ്ടായി പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും? നമ്മുടെ ആ റവന്യൂ കാര്യങ്ങളൊന്നും കിട്ടൂല. നമ്മൾ ഇത്രയും കാലം കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയിപ്പോവും. വെറുതെ ടൈം പാസിന് ആരും യൂട്യൂബിനകത്ത് കഷ്ടപ്പെടുന്നില്ല. എല്ലാവരും പൈസ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് കഷ്ടപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ പുതിയതായിട്ട് 2 പ്രോബ്ലംസ് വന്നിട്ടുണ്ട് യൂട്യൂബിനകത്ത്. പുതിയതായിട്ടല്ല, 2025 വന്നതാണ്. പക്ഷെ ഇപ്പോഴാണത് ഓരോ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ റിജക്റ്റ് ആക്കിക്കൊണ്ട് ഈ ഒരു സംഭവം, നമുക്ക് നിങ്ങൾക്കറിയാം, യൂസർ കണ്ടന്റ്, റിപ്പറ്റേറ്റീവ് കണ്ടന്റ്, ഇന്നോവന്റീവ് കണ്ടന്റ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണിച്ചിട്ട് നമ്മുടെ ചാനലിലെ മോണിറ്റൈസേഷൻ കട്ടാന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം പുതുതായിട്ട് വന്നേക്കുന്നത് മിസ്ലീഡിങ് ഫാമിലി കണ്ടന്റ് ഒന്നാമത്തെയാണ്. അതായത് മിസ്ലീഡിങ് ഫാമിലി കണ്ടന്റ് എന്നൊരു ഓപ്ഷൻ കാണിച്ചിട്ട് മോണിറ്റൈസേഷൻ കട്ടാകുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ വേറൊന്നാണ് ഈറ്റിംഗ് ഡിസോർഡർ കണ്ടന്റ്. ഈ 2നെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഇത് ഒരുപാട് പേരുടെ ചാനൽ മോണിറ്റൈസേഷൻ കട്ടായിട്ട് നമ്മളെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇത് എന്ത് ചെയ്യണം ചേട്ടാ, ക്ലിയർ ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, അപ്പോൾ ഇതെങ്ങനെ ക്ലിയർ ആക്കാം, ഇത് കട്ടാകാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ പറയാൻ പോകുന്നത്. പരമാവധി വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമ്മൾ ആദ്യത്തെ പോയിന്റ് ആണ് മിസ്ലീഡിങ് ഫാമിലി കണ്ടന്റ്. അതിനെക്കുറിച്ച് പറയാം. ആദ്യം തന്നെ എന്താണ് മിസ്ലീഡിങ് ഫാമിലി കണ്ടന്റ്? അതായത് നമ്മൾ നമ്മുടെ കുടുംബത്തെ വെച്ചിട്ട് കള്ളം പറഞ്ഞോ, ഓക്കെ, അതിശയോക്തി ജനിപ്പിച്ചോ നമ്മുടെ വീഡിയോന്റെ റീച്ച് കൂട്ടാൻ ശ്രമിക്കുന്ന കണ്ടന്റുകളാണ് ഈ മിസ്ലീഡിങ് ഫാമിലി കണ്ടന്റിൻ്റെ അകത്ത് വരുന്നത്. അതായത് അതിൻ്റെ അകത്ത് 3 പോയിന്റാണ് വരുന്നത്. ഈ ഒരു മിസ്ലീഡിങ് ഫാമിലി കണ്ടന്റിൻ്റെ അകത്ത് കട്ടാകാൻ ചാൻസ് ഉള്ള, നമ്മുടെ ചാനലിൽ കട്ടാകാൻ ചാൻസ് ഉള്ളതിന് 3 പോയിന്റായിട്ട് നമുക്ക് തിരിക്കാം. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വ്യാജ ഫാമിലി ഡ്രാമ അല്ലെങ്കിൽ പ്രാങ്ക് വീഡിയോസ്. ഫാമിലിയെ വെച്ചിട്ട് നമ്മൾ പ്രാങ്ക് ചെയ്തിട്ട് കൂടുതൽ ആൾക്കാർക്ക് ഇറിറ്റേഷൻ വരുന്ന രീതിയിലുള്ള പ്രാങ്ക് ചെയ്തിട്ട് വീഡിയോ ചെയ്യുന്നതാണ് ഒന്നാമത്തെ പ്രശ്നമായിട്ട് വരുന്നത്. ഓക്കെ, അതായത് കുട്ടികളെ വെച്ചിട്ട് കരയിപ്പിക്കുക. ചെറിയ കുട്ടികളെയൊക്കെ നമ്മൾ പ്രാങ്ക് ചെയ്തിട്ട് കരയിപ്പിച്ചിട്ട് അതിൻ്റെ അത് സന്തോഷം കണ്ടെത്തി മറ്റുള്ളവരിലേക്ക് വീഡിയോസ് എത്തിച്ചിട്ട് അത് വൈറലാക്കി എടുക്കാൻ ശ്രമിക്കുന്ന കണ്ടന്റുകൾ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും? അത് മോണിറ്റൈസേഷൻ കട്ടാകാനും ഇനി മുന്നോട്ട് അത് ചാനൽ തന്നെ ടെർമിനേറ്റ് ആയി പോകാനുള്ള ഒരു ചാൻസ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ബൈറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്, അത് നമ്മുടെ തമ്പനെയിൽസിൻ്റെ ടൈറ്റിൽസ് വരുന്നത്. അതായത് ഈ ഒരു കൂടുതൽ ക്ലിക്ക് ബൈറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ തമ്പനെയിൽസിൻ്റെ അകത്ത് കുട്ടികൾ കരയുന്ന ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കരയുന്ന ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് വഴി എന്ത് ചെയ്യും? കൂടുതൽ ക്ലിക്ക് ബൈറ്റ് ആൾക്കാർക്ക് ഇതൊരു അറിയാനുള്ള ആഗ്രഹം കൊണ്ട് കൂടുതൽ ക്ലിക്ക് ബൈറ്റ് കിട്ടുന്നു. പിന്നെ കുട്ടികൾക്ക് ആക്സിഡന്റ് ഒക്കെ വരുന്ന പോലെ, കൂടുതൽ കുട്ടികളുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ആക്സിഡന്റ് ഒക്കെ സംഭവിച്ച പോലെ ഈ ഒരു ഇതിൻ്റെ അകത്ത് കൊടുക്കുക, തമ്പനെയിൽസിൻ്റെ അകത്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ തമ്പനെയിൽസിൻ്റെ അകത്ത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ നമ്മളെ വീഡിയോന്റെ കണ്ടന്റിൻ്റെ അകത്ത് എന്തില്ല, അങ്ങനെ യാതൊരു സംഭവമില്ല. ഇത് ക്ലിക്ക് ബൈറ്റ് കിട്ടാൻ വേണ്ടി മാത്രം കൊടുക്കുന്നതാണ്. മിസ്ലീഡ് ചെയ്യും, ആൾക്കാരെ കൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള തമ്പനെയിൽസ് ക്രിയേറ്റ് ആയി കൊടുക്കുക, പ്രത്യേകിച്ച് കുട്ടികളെ വെച്ചിട്ട് കൊടുക്കുക. കണ്ടന്റിൻ്റെ അകത്ത് കയറി കഴിയുമ്പോൾ അങ്ങനെ ഒരു യാതൊരു സംഭവമില്ല. അത് നമുക്ക് എന്ത് ചെയ്യും? ഈ ഒരു മിസ്ലീഡിങ് ഫാമിലി കണ്ടന്റിൻ്റെ അകത്ത് വരുന്ന സംഭവമാണ്. പിന്നെ മൂന്നാമതായിട്ട് വരുന്നത് ഡേഞ്ചറസ് ഫാമിലി ചലഞ്ചസ് ആണ്. അതായത് കുട്ടികളെയൊക്കെ വെച്ചിട്ട് അപകടകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യിക്കുന്നത് വീഡിയോ ആക്കിയിട്ട് ചിത്രീകരിച്ചിടുക. കുട്ടികളെ വെച്ചിട്ട് കൂടുതൽ അപകടകരമായിട്ടുള്ള കാര്യങ്ങൾ, അത് നമുക്ക് പണ്ടേ ഉണ്ടായിരുന്നു. ഓക്കെ, ഇത് ഒക്കെ മോണിറ്റൈസേഷൻ കട്ടാകാനും ഇനി മുന്നോട്ട് മോണിറ്റൈസേഷൻ കിട്ടാതിരിക്കാനുള്ളൊരു ചാൻസ് ആണ് മിസ്ലീഡിങ് ഫാമിലി കണ്ടന്റിനകത്ത് വരുന്ന സംഭവമാണ്. ഓക്കെ, അപ്പോൾ ഇത് മെയിനായിട്ട് ഇങ്ങനത്തെ ഞാനിപ്പം നേരത്തെ നിങ്ങളോട് പറഞ്ഞ ആ 2 പോയിന്റും നമ്മുടെ ചാനലിലെ ആർട്സ് റവന്യൂ കുറയ്ക്കാനും, നമ്മുടെ ചാനലിലെ ആർട്സ്, അതായത് യൂട്യൂബിനൊരു ആർട്സ് സെൻസിനൊരു പോളിസി ഉണ്ട്. നമ്മുടെ ചാനലിനകത്ത് പരസ്യം ഇടണമെന്നുണ്ടെങ്കിൽ അതിനൊരു പോളിസി ഉണ്ട്. ആ പോളിസിക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ. ഇങ്ങനെ ഇത്തരത്തിലുള്ള വീഡിയോസിന് അതായത് യൂട്യൂബ് മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ ആൺസെൻസ് ആണ് നമ്മുടെ എന്താ പറയുക, വീഡിയോയിലോട്ട് കൊണ്ട് പരസ്യം ഇടുന്ന. ആ പരസ്യം ആൾക്കാർ കാണുമ്പോഴാണ് നമ്മുടെ വീഡിയോയിൽ റവന്യൂ വരുന്നത്. അങ്ങനെ ഇത്തരത്തിലുള്ള വീഡിയോസിന് അവർക്ക് ആൺസെൻസിന് പരസ്യം കൊടുക്കാൻ സാധിക്കത്തില്ല. അവരുടെ പോളിസിക്ക് നിരക്കാത്ത സംഭവങ്ങളാണ് ഇത്തരത്തിലുള്ള വീഡിയോയിൽ പരസ്യം കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള വീഡിയോസിന് 0% ആഡ്സ് ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് നമുക്ക് തീരെ
റവന്യൂ കയറത്തില്ല. ഈ മിസ്ലീഡിങ് ഫാമിലി കണ്ടന്റ് ഒരുപാട് ആനിമേഷൻ ചാനലുകൾക്കും വരുന്നുണ്ട് കേട്ടോ. ആനിമേഷൻ ചാനലുകൾക്ക്, കുക്കിംഗ് ചാനലുകൾക്കൊക്കെ വരുന്നുണ്ട്. അതായത് നമ്മൾ തമ്പനയിൽ കൊടുക്കുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ വീഡിയോസിൽ ഉൾപ്പെടുത്താത്തതും കുട്ടികളെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള കണ്ടന്റുകൾ ക്രിയേറ്റ് ആക്കി ഇടുന്നതിനൊക്കെയാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. അപ്പോൾ ഇത് തിരികെ കിട്ടാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇത് നമുക്ക് തിരികെ കിട്ടാൻ വേണ്ടി, അതായത് ടൈറ്റിലും തമ്പനയിലും എഡിറ്റ് ചെയ്ത് മാറ്റുക. ഇതിപ്പോൾ ഇങ്ങനെ വന്ന ആൾക്കാർ ചെയ്യേണ്ടത് ടൈറ്റിൽ, തമ്പനെയിൽസ് കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് മാറ്റി കൊടുക്കുക പരമാവധി. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ജെന്യൂൻ ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാൻ നോക്കുക. അതായത് റെസിപ്പീസ്, കുക്കിംഗ് ചാനലൊക്കെ ആണെങ്കിൽ റെസിപ്പീസ്, കുക്കിംഗ് ടിപ്സ്, ഫാമിലി മീല് എന്ന് പറഞ്ഞാൽ ആ രീതിയിലുള്ള ജെന്യൂൻ ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാൻ നോക്കുക. ഉടായ്പ് കാണിക്കാതിരിക്കുക. തമ്പനെയിൽസിൻ്റെ അകത്ത് ഇല്ലാത്ത കാര്യങ്ങൾ എഴുതി പിടിപ്പിക്കാതിരിക്കുക. രണ്ടാമത്തെ സംഭവം ഈറ്റിംഗ് ഡിസോർഡർ കണ്ടന്റ്. എന്താണ് ഈറ്റിംഗ് ഡിസോർഡർ കണ്ടന്റ് എന്ന് പറയുന്നത്? ഈറ്റിംഗ് ഡിസോർഡർ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാൾ മെലിയാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം ഒരുപാട് ടിപ്സും കാര്യങ്ങളൊക്കെ പറയുമല്ലോ. അതായത് ഈ യോഗ ചെയ്യുക, കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ മെലിയാൻ വേണ്ടി ഭക്ഷണം കഴിക്കാതിരിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന വീഡിയോസ്. ഇന്ന സാധനം കഴിക്കരുത്, ഇന്ന സാധനം കഴിക്കരുത്, ഇന്ന സാധനം കഴിക്കരുത് എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ ഭക്ഷണം കഴിപ്പിക്കാതിരിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന വീഡിയോസിനെയാണ് ഈറ്റിംഗ് ഡിസോർഡർ കണ്ടന്റ് എന്ന് പറഞ്ഞ് മോണിറ്റൈസേഷൻ കട്ടായി പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് നോക്കാം. ഓക്കെ, പ്രോ ഈറ്റിംഗ് ഡിസോർഡർ കണ്ടന്റ്, അതായത് പൂർണ്ണമായി ബാൻ ചെയ്തിരിക്കുന്നു. പിന്നെ അതിൻ്റെ അത് രണ്ടാമതായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഹാംഫുൾ ഡയറ്റാണ്. അതായത് വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് വല്ലാത്ത രീതിയിലുള്ള, അത് കൂടുതൽ കഠിനമായ ഡയറ്റുകൾ നമ്മൾ ആൾക്കാരിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന വീഡിയോസ്. ഓക്കെ, അതായത് ഇത്ര ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇത്ര കലോറീസ് കിട്ടും എന്നൊക്കെ പറഞ്ഞ് തെറ്റായ ധാരണ ആൾക്കാരിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ ഇത്ര ചോറ് തിന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര ചോറ് തിന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര ദിവസം കൊണ്ട് നിങ്ങൾ മെലിയും എന്ന് 100% ഉറപ്പ് കൊടുക്കുന്ന വീഡിയോസ്. ഇതൊക്കെ നമുക്ക് ഈ ഒരു എന്താ പറയുക, ഈ ഒരു വയലേഷനകത്ത് വരുന്ന സംഭവങ്ങളാണ്. പിന്നെ മൂന്നാമതായിട്ട് വരുന്നത് എഡ്യൂക്കേഷണൽ റിക്കവറി കണ്ടന്റ്. ഈറ്റിംഗ് ഡിസോർഡർ എന്താണ്, ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അതായത് ഇതൊക്കെ പറഞ്ഞുകൊണ്ടുവന്ന വീഡിയോസ്. എങ്ങനെ റിക്കവർ ചെയ്യാം, ഡോക്ടറിനെ കാണേണ്ടത് എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അതിനു വേണ്ടി ചെയ്യേണ്ടത്. ഇതിൻ്റെയൊക്കെ പ്രധാന കാരണം എന്ന് പറയുന്നത് 2023 യൂട്യൂബ് പ്ലസ് അഡ്വർടൈസ്മെന്റ്, അതായത് ഇവിടെ നമ്മുടെ ആഡ്സെൻസിൽ അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്ന ആൾക്കാർ കൂടിയിട്ട് ഒരു തീരുമാനം എടുത്തു. കുട്ടികളെയും മാനസികാരോഗ്യത്തെ ബാധിക്കുന്ന കണ്ടന്റ് ആഡ്സ് കൊടുക്കത്തില്ല. അതായത് കുട്ടികളെ വെച്ചിട്ടും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്നതുമായ കണ്ടന്റുകൾക്ക് അഡ്വർടൈസ്മെന്റ്, പരസ്യം കൊടുക്കത്തില്ല. ഇവർക്കൊക്കെ വേണ്ടത് എന്താണ്? ശരിയായ രീതിയിൽ ജെന്യൂൻ ആയിട്ടുള്ള വീഡിയോകളാണ് ഈ ആഡ്സ് കൊടുക്കാൻ വേണ്ടി വേണ്ടത്. അല്ലാത്ത വീഡിയോസിനൊന്നും പരസ്യം കൊടുക്കുക. ചുരുക്കി പറഞ്ഞാൽ പരസ്യം കൊടുക്കാത്ത വീഡിയോസിനൊന്നും, അതായത് പരസ്യം കൊടുക്കാൻ പറ്റാത്ത വീഡിയോസിനൊന്നും യൂട്യൂബ് എന്ത് ചെയ്യില്ല, മോണിറ്റൈസേഷൻ കൊടുക്കത്തില്ല. അത്രയും ചിന്തിച്ചാൽ, ചുരുങ്ങി പറഞ്ഞു കഴിഞ്ഞാൽ പരസ്യം കൊടുക്കാൻ പറ്റാത്ത വീഡിയോസിനൊന്നും നമുക്ക് മോണിറ്റൈസേഷൻ ഇനി അലൗഡ് ആയിരിക്കില്ല. അതൊക്കെ പ്രശ്നമാണ്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇനി അങ്ങോട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഞാൻ ഈ വീഡിയോസിൽ പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പരമാവധി നിങ്ങളുടെ വീഡിയോസിൽ ഉൾപ്പെടുത്താതിരിക്കുക. ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അത് മുന്നോട്ട് നിങ്ങളുടെ മോണിറ്റൈസേഷൻ റിജക്റ്റ് ആകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഈറ്റിംഗ് ഡിസോർഡർ കണ്ടന്റും മിസ്ലീഡിങ് ഫാമിലി കണ്ടന്റും. ഈ രണ്ട് കാര്യങ്ങളും ഇനി അങ്ങോട്ട് നിങ്ങളുടെ മോണിറ്റൈസേഷൻ കട്ടാണ്. നമ്മൾ വിചാരിക്കും നമ്മുടെ ചാനലിനകത്ത് യാതൊരു കുഴപ്പമില്ലോ, നമ്മൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ലല്ലോ, നമ്മൾ സാധാരണ നമ്മുടെ ഫാമിലി വ്ലോഗ് വീഡിയോസും കാര്യങ്ങളൊക്കെയാണല്ലോ ചെയ്യുന്നത് എന്ന് വിചാരിക്കും. പക്ഷേ ഇനി അങ്ങോട്ട് മോണിറ്റൈസേഷൻ കട്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ രണ്ടെണ്ണം പുതിയതായിട്ട് ഒരുപാട് പേരുടെ കട്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നത്. അപ്പം പരമാവധി നിങ്ങളിതൊക്കെ ഒഴിവാക്കിയിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ നിങ്ങൾ സേഫ് ആക്കി വെക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്ത ദിവസം വീഡിയോ കാണാം. ബൈ.